ഹായ് ഓൾ, വെൽക്കം ടു ത്രെഡ് ആൻഡ് നീഡ്. സൽവാർ മെറ്റീരിയലിൻ്റെ കളക്ഷനാണ് കാണിക്കുന്നത്. ഒക്കേഷൻ വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന വിത്ത് എംബ്രോയ്ഡറി വന്നിരിക്കുന്ന കോട്ട സിൽക്കിൽ വന്നിരിക്കുന്ന സൽവാർ സെറ്റ്സ് ആണ്. സെയിം ടോണിലുള്ള എംബ്രോയ്ഡറിയും അതുപോലെ തന്നെ കോൺട്രാസ്റ്റ് കോമ്പിനേഷനിലുള്ള എംബ്രോയ്ഡറി ഇതിൽ വരുന്നുണ്ട്. ഓരോന്നായിട്ട് കാണാം. ഫസ്റ്റ് വരുന്നത് ഒരു ബ്ലൂവിൻ്റെ ഒരു ഷെയ്ഡാണ്, ഗ്രീൻ. വളരെ സോബറായിട്ടൊരു ഗ്രീനാണ് വരുന്നത്. നല്ലൊരു പേർപ്പിളിൻ്റെ കളറാണ് അടുത്ത് വരുന്നത്. ലൈലാക്ക് കളറിൻ്റെ ഒരു ഡാർക്ക് ടോണാണ് നെക്സ്റ്റ് വൺ വരുന്നത്. ഒരു ഗ്രേ ബ്ലാക്കിനൊപ്പം നല്ലൊരു കോമ്പിനേഷനാണ് ബ്രൈറ്റ് വന്നിരിക്കുന്നത്. പീച്ച്, സട്ടിൽ ആൻഡ് സോബറായിട്ടൊരു പീച്ച് കോമ്പിനേഷനാണ് വന്നിരിക്കുന്നത്. വളരെ പെയിലായിട്ടൊരു ഗ്രീനിൽ പിങ്കിൻ്റെ കോമ്പിനേഷനാണ് അടുത്ത് വരുന്നത്. ഗ്രേയിഷ് പിങ്ക് ആയിട്ട് വരും. നല്ലൊരു വൈലറ്റാണ് അടുത്ത കളർ വരുന്നത്. ഗ്രീൻ ഓപ്പൺ ചെയ്ത് കാണാം. നല്ലൊരു ഓർഗൻസയുടെ ഫീലും ഒരു കോട്ടയുടെ കംഫർട്ടും കിട്ടുന്നതാണ് ഈ കോട്ട സിൽക്ക് എന്ന് പറയുന്നത്. ഗ്രീനും അതോടൊപ്പം തന്നെ നല്ലൊരു ടേമറിക് യെല്ലോയുടെ കോമ്പിനേഷനിലാണ് ചെസ്റ്റ് ഏരിയയിലും സ്ലീവിലും ആരി എംബ്രോയ്ഡറി കൊടുത്തിരിക്കുന്നത്. സ്ലീവ്സ് ഇങ്ങനെ വരും. ചെസ്റ്റിൽ നല്ല തിക്കായിട്ട് അടുപ്പിച്ച് ചെറിയ സിമ്പിളായിട്ടൊരു എംബ്രോയ്ഡറിയാണ് പോയിരിക്കുന്നത്. ബോട്ടം വരുമ്പോൾ സെയിം ടോണിൽ തന്നെയുള്ള സോഫ്റ്റ് കോട്ടൻ്റെ ബോട്ടമാണ് വരുന്നത്. ദുപ്പട്ടയാണ് മെയിൻ ഹൈലൈറ്റ്. ബ്യൂട്ടിഫുൾ ആയിട്ടൊരു ഈ സെറ്റിൻ്റെ ദുപ്പട്ട വരുന്നത് ഇങ്ങനെയാണ്. ത്രൂ ഔട്ട് ദുപ്പട്ടയിലും സിക്സ് ആക്ട് പാറ്റേണിലാണ് ആരി എംബ്രോയ്ഡറി പോയിരിക്കുന്നത്. നല്ലൊരു കോമ്പിനേഷൻ ഗ്രീനിൻ്റെ യെല്ലോയുടെ കൂടെ ഇന്നത്തെ വന്നിട്ടുണ്ട്. നല്ലൊരു ഷെയ്ഡാണ് ഇത് വരുന്നത്. നല്ല റെയർ ഷെയ്ഡാണ്. ഒരു ഗ്രേഡ് ടിൻ്റാണ് കൂടുതലായിട്ട് ഡോമിനൻ്റ് ആയിട്ട് നിൽക്കുന്നത്. അതിൽ കോമ്പിനേഷൻ വന്നിരിക്കുന്ന കോൺട്രാസ്റ്റ് ആയിട്ട് പിങ്കും അതോടൊപ്പം തന്നെ ഗ്രീനുമാണ്. ഫ്ലോറൽ ഡിസൈൻ്റെ ആരി എംബ്രോയ്ഡറിയാണ് ചെസ്റ്റ് ഏരിയയിലും അതുപോലെ സ്ലീവ്സിലും കൊടുത്തിരിക്കുന്നത്. ബോട്ടം വരുമ്പോൾ കോൺട്രാസ്റ്റ് ആയിട്ട് ഫ്ലോറിൻ്റെ അതേ കളറിലുള്ള സോഫ്റ്റ് കോട്ടൺ മെറ്റീരിയലിലും ദുപ്പട്ട വരുന്നത് ത്രൂ ഔട്ട് ദുപ്പട്ടയിലും ഒരേപോലെ എംബ്രോയ്ഡറി പോയിട്ടുണ്ട്. ഫ്ലോറൽ ഡിസൈൻസും ലീഫ് ഡിസൈൻസും എല്ലാം കൂടെ വന്നിരിക്കുന്നത് ഗ്രീനും പിങ്കും കൂടെയുള്ള കോമ്പിനേഷനിലുള്ള ദുപ്പട്ടയാണ്. ഒട്ടും ഹെവിനെസ് ഇല്ലാത്ത ലൈറ്റ് വെയിറ്റ് ആയിട്ട് ഈസി ആയിട്ട് മാനേജ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫാബ്രിക് കൂടിയാണ് ദുപ്പട്ടയിൽ വന്നിരിക്കുന്നത്. അത് എല്ലാവർക്കും ചേരുന്ന ഒരു കളറാണ് ഈ പിങ്ക് പീച്ച് വരുന്നത്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഈ സെറ്റിൻ്റെ കോമ്പിനേഷൻ കൊടുത്തിരിക്കുന്നത് സെയിം ടോണും അതോടൊപ്പം തന്നെ ഓഫ് വൈറ്റുമാണ്. വളരെ നല്ല ഭംഗിയായിട്ടുള്ള സിമ്പിളായിട്ടൊരു ആൻറ്റി എംബ്രോയ്ഡറിയാണ് ചെസ്റ്റ് ഏരിയയിൽ കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഫ്രണ്ടിലും ബാക്കിലും ബോത്ത് സൈഡ്സിലും ഒരു സെൻറ്റർ പാനലിലും ഇതേപോലെ തന്നെ ഹെംലൈൻ വരെ ഈ എംബ്രോയ്ഡറി പോയിട്ടുണ്ട്. സ്ലീവിൻ്റെ എഡ്ജിൽ ഇതേ വർക്ക് തന്നെ വരുന്നുണ്ട്. ബോട്ടം വരുന്നത് സോഫ്റ്റ് കോട്ടൺ ആണ്. ദുപ്പട്ട സെയിം ടോണിൽ തന്നെ സെയിം കോമ്പിനേഷനിൽ സെയിം മെറ്റീരിയലിലാണ് വന്നത്. ബ്യൂട്ടിഫുൾ ദുപ്പട്ട. നല്ലൊരു എമറാൾഡ് ഗ്രീനിൻ്റെ ഡാർക്ക് വേർഷനാണ് ഇത് വരുന്നത്. എനിക്ക് എപ്പോഴും കിട്ടുന്നൊരു കളറല്ല ഇത്. ബ്ലാക്കിനോട് വളരെ ക്ലോസറായിട്ടുള്ള എന്നാൽ ഗ്രീനിൻ്റെ ടിൻറ്റ് കയറി വരുന്നൊരു സൽവാറാണ്. കോമ്പിനേഷൻ വന്നിരിക്കുന്നത് പിങ്കും അതുപോലെ തന്നെ ഒരു ഓറഞ്ചിഷ് പീച്ചുമാണ് വന്നിരിക്കുന്നത്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടൊരു ഫ്ലോറൽ ഡിസൈൻസ് ആണ് ഇതിൻ്റെ ചെസ്റ്റ് ഏരിയയിൽ ആരി എംബ്രോയ്ഡറിക്കൊക്കെ ചെയ്തിരിക്കുന്നത്. സ്ലീവിലും അതേ ഡിസൈൻ തന്നെ വരുന്നുണ്ട്. അതുകൂടാതെ ബോട്ടം വരുന്ന സോഫ്റ്റ് കോട്ടൺ പ്ലെയിനാണ് വരുന്നത്. കോൺട്രാസ്റ്റ് ആയിട്ടാണ് ബോട്ടം സെറ്റ് ചെയ്തിരിക്കുന്നത്. ദുപ്പട്ട ഇങ്ങനെ വരും. ബ്യൂട്ടിഫുൾ ദുപ്പട്ട. നല്ലൊരു വയലറ്റാണ്. അതിൽ കോമ്പിനേഷൻ വന്നിരിക്കുന്നത് ഒരു ലൈലാക്കും ഡാർക്ക് ബ്ലൂയിഷ് ഗ്രേയും കൂടെ ഉള്ളൊരു ഗ്രേയിഷ് ബ്ലൂവും കൂടെ ഉള്ളൊരു കളർ കോമ്പിനേഷനിലാണ്. ചെസ്റ്റ് ഏരിയയിലും സ്ലീവ്സിലും ഈ ജാൽ വർക്ക് പോയിട്ടുണ്ട്. ആരി എംബ്രോയ്ഡറിയാണ് വന്നിരിക്കുന്നത്. സ്ലീവ് ഇങ്ങനെ വരും. ബോട്ടം വരുന്നത് റോ കോട്ടൺ മെറ്റീരിയലാണ്. ഫ്ലവറിൻ്റെ അതേ കളറാണ് ബോട്ടത്തിന് ചെയ്തിരിക്കുന്നത്. ദുപ്പട്ട ഇങ്ങനെ വരും. നല്ല ലാവൻഡറിൻ്റെ ഡാർക്ക് ടോണാണ് ഇത് വരുന്നത്. വളരെ സിമ്പിളാണ്, എന്നാൽ കുറച്ച് എംബ്രോയ്ഡറി വേണം എന്നുള്ളവർക്ക് നല്ലൊരു ചോയ്സാണ് ഇത് വരുന്നത്. ടോൺ ടു ടോൺ ആയിട്ടാണ് എംബ്രോയ്ഡറി ആരി എംബ്രോയ്ഡറി കൊടുത്തിരിക്കുന്നത്. ഒട്ടും തിക്നെസ് ഇല്ലാത്ത എംബ്രോയ്ഡറിയാണ് ഇതിന് വന്നിരിക്കുന്നത്. ചെസ്റ്റ് ഏരിയയിൽ വരുന്നുണ്ട്, അതുപോലെ തന്നെ സ്ലീവ്സിൽ വരുന്നുണ്ട് വർക്ക്. ബോട്ടം വരുന്നത് സെയിം തന്നെ ഡാർക്ക് ടോണാണ് വരുന്നത്. സോഫ്റ്റ് കോട്ടൻ്റെ ബോട്ടം. ദുപ്പട്ട നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടൊരു എംബ്രോയ്ഡറി സിമ്പിൾ ആൻഡ് എലിഗൻ്റ് ആയിട്ടൊരു പാറ്റേണിലാണ് കൊടുത്തിരിക്കുന്നത്. സെയിം ടോണിൽ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. പക്ഷേ ഒരു ഡാർക്ക് ടോണിലുള്ള ലാവൻഡറാണ് ഇത് വരുന്നത്. പർപ്പിളിനോട് ക്ലോസറായിട്ട് വരും. ശരിക്കും ഇത് ഗ്രേഡ് ടോണും കയറി വരുന്നുണ്ട്, പർപ്പിളിൻ്റെ ടോണും കയറി വരുന്നുണ്ട്. ചെസ്റ്റ് ഏരിയയിലേക്ക് വരുമ്പോൾ ആരി എംബ്രോയ്ഡറി ഈ ഒരു പാറ്റേണിലാണ് കൊടുത്തിരിക്കുന്നത്. സെയിം തന്നെ വർക്കാണ് സ്ലീവിൻ്റെ എഡ്ജിലും കൊടുത്തിരിക്കുന്നത്. ബോട്ടം പ്ലെയിൻ ആണ് വരുന്നത്. ദുപ്പട്ട ഇങ്ങനെ വരും. നല്ലൊരു പാറ്റേണിലാണ് ദുപ്പട്ട സെറ്റ് ചെയ്തിരിക്കുന്നത്. എംബ്രോയ്ഡറിയുടെ കളറായാലും ഫാബ്രിക്കിൻ്റെ കളറായാലും ഒന്നിനൊന്നും നല്ലതാണ്. ചെസ്റ്റ് ഏരിയയിൽ ഈ ഒരു ബ്യൂട്ടിഫുൾ എംബ്രോയ്ഡറി വരുന്നുണ്ട്. ആരി എംബ്രോയ്ഡറി സെയിം തന്നെയാണ് സ്ലീവിൻ്റെ എഡ്ജിലും വരുന്നത്. ബോട്ടം വരുമ്പോൾ സോഫ്റ്റ് കോട്ടൺ പ്ലെയിൻ ആണ് വരുന്നത്. എംബ്രോയ്ഡറിയുടെ അതേ കളറിലാണ് ബോട്ടം സെറ്റ് ചെയ്തിരിക്കുന്നത്. നല്ലൊരു ബ്യൂട്ടിഫുൾ പാറ്റേണിലാണ് ദുപ്പട്ടയിലും ഈ കോമ്പിനേഷൻ കൊടുത്തിരിക്കുന്നത്. ബ്ലൂവിനോടൊപ്പം വന്നിരിക്കുന്ന ഡിസൈൻ സാരിയിലായാലും സൽവാറിലായാലും പെട്ടെന്ന് സെയിലാവുന്ന ഒരു ഡിസൈനാണ് ഇത് വരുന്നത്. ചെസ്റ്റ് ഏരിയയിലും സ്ലീവ്സിലും വരുന്നുണ്ട് എംബ്രോയ്ഡറി, ആരി എംബ്രോയ്ഡറി. ബോട്ടം വരുന്നത് പ്ലെയിൻ ആണ്. ദുപ്പട്ട ഇതുപോലെ ഈ ഒരു പാറ്റേണിലാണ്. എൻ്റെ വേറൊരു കളർ ഞാൻ ഇതിന് മുന്നേ കാണിച്ചിട്ടുണ്ട്.
എല്ലാ ഷെയ്ഡ്സും ഒന്നിനൊന്ന് നല്ല ഷെയ്ഡ്സാണ്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 2940 ആണ്. ഈ സൽവാർ മെറ്റീരിയൽസ് എല്ലാം നമ്മുടെ 2 ഷോപ്സിലും അവൈലബിൾ ആയിരിക്കും. ഇഷ്ടപ്പെട്ട കളേഴ്സ് വെബ്സൈറ്റ് ത്രൂ അല്ലെങ്കിൽ ഡയറക്റ്റ് പർച്ചേസ് ചെയ്യാവുന്നതാണ്. എല്ലാവരും ട്രൈ ചെയ്യുക. താങ്ക്